ഒരു സംസ്ഥാനത്തെ ഒരു സുപ്രധാന പദ്ധതി എത്ര കാലം വൈകിപ്പിക്കാൻ കഴിയും? അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഗണനയ്ക്ക് വന്ന ബീഹാറിലെ ഒരു ജലസംഭരണ പദ്ധതിയെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ബീഹാറിനെ വിഭജിക്കുന്നതിന് മുൻപ് പ്രഖ്യാപിച്ച 53 വർഷം പിന്നിടുമ്പോഴാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അങ്ങനെ മോദിജിയുടെ ഇടപെടലിൽ മറ്റൊരു സ്വപ്ന പദ്ധതി കൂടി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. നിലവിൽ ബീഹാറിലും ജാർഖണ്ഡിലുമായി വിഭജിച്ചിരിക്കുന്ന നോർത്ത് കോയൽ റിസർവോയർ പദ്ധതിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. 1972 അന്നത്തെ ബീഹാർ സർക്കാരാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതുവരെയും ഇത് പൂർത്തിയായിട്ടില്ല. സംസ്ഥാനത്തെ ചില പദ്ധതികൾക്കൊപ്പം പ്രധാനമന്ത്രി മോദി ഈ പദ്ധതിയും അവലോകനത്തിനായി ഏറ്റെടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ശ്രദ്ധേയമായ നിരീക്ഷണവും നടത്തി. സാമ്പത്തിക ചെലവുകൾ ഇരട്ടിയിലധികമായി വർദ്ധിക്കുകയും പദ്ധതി നടപ്പിലാക്കുന്ന സ്ഥലത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും യഥാസമയം ലഭ്യമാകാതിരിക്കുകയും ചെയ്തതാണ് പദ്ധതി വൈകാൻ കാരണം. ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരം ലഭ്യമാകുന്നത് അടിസ്ഥാനമാക്കിയുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. യോഗത്തിന്റെ മിനിറ്റ്സിൽ പരാമർശിച്ചു. ഈ ഒരു പദ്ധതി പൂർത്തിയാകുന്നതോടെ ബീഹാറിലെയും ജാർഖണ്ഡിലെയും വരൾച്ചാ സാധ്യതയുള്ള 4 ജില്ലകളിലെ ഭൂമിയിലേക്ക് വർഷം മുഴുവൻ ജലസേചനം ലഭ്യമാകും. നോർത്ത് കോയൽ റിസർവോയർ പദ്ധതി എന്താണ് എന്നൊന്ന് പരിശോധിക്കാം. ബീഹാറിലും ജാർഖണ്ഡിലുമായി വ്യാപിച്ചു കിടക്കുന്ന പ്രധാന അന്തർ സംസ്ഥാന ജലസേചന പദ്ധതിയാണ് നോർത്ത് കോയൽ റിസർവോയർ പദ്ധതി. ജാർഖണ്ഡിലെ ലതേഹാർ ജില്ലയിലെ കുട്കു ഗ്രാമത്തിനടുത്തുള്ള നോർത്ത് കോയൽ നദിയിലാണ് ഒരു അണക്കെട്ട്. അണക്കെട്ടിൽ നിന്ന് 96 കിലോമീറ്റർ താഴെയായി ജാർഖണ്ഡിലെ പലാമു ജില്ലയിലെ മുഹമ്മദ്ഗഞ്ചിൽ ഒരു തടയണ, വലത് മെയിൻ കനാൽ, ബാരജിൽ നിന്ന് പുറപ്പെടുന്ന ഇടത് മെയിൻ കനാൽ എന്നിവയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. 1972 അന്നത്തെ ബീഹാർ സർക്കാർ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് അണക്കെട്ടിന്റെ നിർമ്മാണവും അനുബന്ധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. എന്നാൽ 1993 ആയപ്പോഴേക്കും വനം വകുപ്പ് പണികൾ നിർത്തിവെക്കുകയായിരുന്നു. അണക്കെട്ടിൽ ശേഖരിക്കപ്പെടുന്ന വെള്ളം ബെട്ല ദേശീയോദ്യാനത്തിനും അതുപോലെ പാലമു കടുവ സംരക്ഷണ കേന്ദ്രത്തിനും ഭീഷണിയാകുമെന്ന ആശങ്കയെ തുടർന്നാണ് അണക്കെട്ടിന്റെ പണികൾ നിർത്തിവെച്ചത്. പണികൾ പൂർത്തിയായാൽ 71,720 ഹെക്ടർ ഭൂമിക്ക് വർഷം മുഴുവനും ജലസേചനം ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത്. അണക്കെട്ടും തടയണയും ഉൾപ്പെടുന്ന പ്രധാന പദ്ധതി ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുഹമ്മദ്ഗഞ്ച് അണക്കെട്ടിൽ നിന്നുള്ള 11.89 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടത് മെയിൻ കനാൽ ജാർഖണ്ഡിലാണ് വരുന്നത്. ആകെ 110.44 കിലോമീറ്റർ ദൈർഘ്യമുള്ള വലത് മെയിൻ കനാലിന്റെ 31.4 കിലോമീറ്റർ ഭാഗം ജാർഖണ്ഡിലും ശേഷിക്കുന്ന 79.04 കിലോമീറ്റർ ബീഹാറിലുമാണ് വരുന്നത്. ഇനി 2016 മോദി സർക്കാർ ഇതിൽ ഇടപെടുകയും പുരോഗമനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. നോർത്ത് കോയൽ റിസർവോയർ പദ്ധതിയുടെ ശേഷിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ സഹായിക്കുമെന്ന് 2016 കേന്ദ്ര സർക്കാർ അറിയിച്ചു. പാലമു കടുവ സംരക്ഷണ കേന്ദ്രത്തിന്റെ പ്രധാന ഭാഗം സംരക്ഷിക്കുന്നതിനായി റിസർവോയർ ലെവൽ കുറയ്ക്കാൻ തീരുമാനിച്ചു. 1622.27 കോടി രൂപയുടെ ചെലവിൽ പദ്ധതിയുടെ പൂർത്തിയാക്കാനുള്ള ജോലികൾ തീർക്കാനുള്ള നിർദ്ദേശം 2017 ഓഗസ്റ്റിൽ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു. എന്നാൽ പദ്ധതി ചെലവ് പിന്നീട് പുതുക്കി. നോർത്ത് കോയൽ റിസർവോയർ പദ്ധതിയുടെ ബാക്കി ജോലികൾ 2430.76 കോടി രൂപയുടെ പുതുക്കിയ ചെലവിൽ പൂർത്തിയാക്കാൻ ജലവിഭവ വകുപ്പിന് കേന്ദ്ര ജലശക്തി മന്ത്രാലയം അനുമതി നൽകുകയും ചെയ്തു. ഇതിനുശേഷം 2 സംസ്ഥാന സർക്കാരുകളുടെയും അഭ്യർത്ഥന പ്രകാരം പദ്ധതിയിൽ ചില ഘടകങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് കണ്ടെത്തി. നേരത്തെ തയ്യാറാക്കിയ ജലസേചന സാധ്യതകൾ കണ്ടെത്തുന്നതിന് സാങ്കേതിക ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ വലത് മെയിൻ കനാലിനും ഇടത് മെയിൻ കനാലിനും പൂർണ്ണമായ ലൈനിംഗ് അത്യാവശ്യമാണെന്ന് കണ്ടെത്തി. ഇതനുസരിച്ച് ചില സുപ്രധാന മാറ്റങ്ങൾ കൂടി പദ്ധതിയിൽ വരുത്തിയിട്ടുണ്ട്. തുടർന്ന് പദ്ധതിയുടെ പുതുക്കിയ ചെലവിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി. 2430.76 കോടി രൂപയുടെ പ്രവൃത്തികളിൽ 1836.41 കോടി രൂപ കേന്ദ്ര സർക്കാരാകും നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ അവലോകനത്തിന് പിന്നാലെ പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ്.